സ്വാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അന്യന്റെ വേദനകളിൽ മുഖം തിരിച്ചു കടന്നുപോകുന്ന ഈ ആധുനിക ലോകത്ത് തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവർക്ക് പ്രത്യാശയുടെ പൊൻകിരണം തൂകുന്ന കണ്ണൂർ ജില്ലയിലെ നല്ല സമരക്കാരായ ഒരു പുരോഹിതനെയും ഡോക്ടറമ്മയുമാണ് ഇന്ന് ഷെക്കേന ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ബൈബിളിൽ പറയുന്ന നല്ല സമരക്കാരന്റെ ഉപമ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. ആ മനുഷ്യനെ നോക്കാതെ നിരവധി പേർ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരുവൻ മാത്രം അവന്റെ മുറിവുകൾ വെച്ചുകെട്ടുന്നു. അവനെയാണ് പരിശുദ്ധ ബൈബിൾ നല്ല സമരക്കാരൻ എന്ന് വിളിക്കുന്നത്. നല്ല സമരക്കാരനെ പോലെ കണ്ണൂരിലുമുണ്ട് ഒരു ഡോക്ടർ കോട്ടും സ്യൂട്ടുമിട്ട് ആശുപത്രി മുറിയിൽ ഇരിക്കാതെ രോഗികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് താങ്ങും തണലുമായി മാറുന്ന ഒരു ഡോക്ടറമ്മയും ഒരു പുരോഹിതനും. രാവിലെ പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഡോക്ടർ തന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. തുടർന്ന് വേദനിക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മക്കൾക്ക് വേണ്ടി കണ്ണൂരിന്റെ മലമടക്കിലേക്ക് ഡോക്ടറും പുരോഹിതനും കടന്നു ചെല്ലും. ഡോക്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് സഹായവും പിന്തുണയും പ്രാർത്ഥനയും നൽകുന്നത് പുരോഹിതനായ ഫാദർ ബിനു പയ്യൻപള്ളിയാണ്. വേദന അനുഭവിക്കുന്ന രോഗികളെ ചേർത്ത് പിടിച്ച് അവർക്ക് സാന്ത്വനമാകുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ കണ്ടുനോക്കാം. ഇവർ സഹോദരങ്ങളുടെ കാവൽക്കാർ. എന്റെ ജീവനാണ് ഡോക്ടറും അച്ഛനും. എന്റെ ജീവൻ എടുക്കുകന്നെ ചെയ്യുന്ന ഡോക്ടറും അച്ഛനും. എനിക്ക് വേറൊരുത്തരില്ല. ആറ് വർഷമായി സമരിറ്റൻ പാലിറ്റീവ് കെയറിൽ നിന്ന് പ്രിയ അച്ഛനും പ്രിയ ഡോക്ടറും ടീം അംഗങ്ങളും കടന്നു വന്ന് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ഷുഗറും പ്രഷറും എല്ലാം നോക്കുന്നു, ഒക്കെ ചെക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ട മരുന്നും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതിരാവിലെ വിശുദ്ധ കുർബാനയോടുകൂടി ബഹുമാനപ്പെട്ട ബിനു പയ്യമ്പള്ളി അച്ഛനും ഡോക്ടർ ലില്ലിയും ഇറങ്ങും. അനേക പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ കൂടെ സംവദിക്കാൻ, നിരവധി ആളുകൾക്ക് മരുന്നും വെള്ളവുമായി, അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ജനതകൾക്ക് അവരുടെ കൈത്താങ്ങായി മാറുന്ന ഈ രണ്ട് സമറിയക്കാരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അച്ഛാ, ഷെക്കേനയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ദിവ്യകാരുണ്യം ജീവകാരുണ്യമാക്കിക്കൊണ്ട് അനേകം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളിലേക്ക് വിശുദ്ധ കുർബാനയുമായി അച്ഛൻ അതിരാവിലെ എഴുന്നേറ്റ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അച്ഛൻ്റെ പ്രചോദനം, ഇൻസ്പിറേഷൻ എന്താണ്? അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതിരാവിലെയുള്ള ആരാധന, അതിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണം, ഇതൊരു വലിയ ചൈതന്യമാണ് എൻ്റെ ഉള്ളിൽ നിറയുക. പിന്നീട് അങ്ങോട്ടുള്ള സാന്ത്വന പരിചരണ യാത്രയിലെല്ലാം ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും ലഭിക്കുന്ന ഉള്ളിൽ ലഭിക്കുന്ന ഒരു തീക്ഷ്ണത പിന്നീടുള്ള സാന്ത്വന യാത്രയിലെല്ലാം ഒരു വലിയ ചൈതന്യമായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും എന്നെ ഏറെ നയിച്ച ദൈവവചനം നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നുള്ളത് തന്നെ. നന്മ ചെയ്യാൻ മനസ്സുള്ള ആളുകളെ കണ്ടെത്തുക, നന്മ നിറഞ്ഞ ആളുകളുടെ ഇടയിലൂടെ കടന്നു പോവുക, നമ്മുടെ സ്നേഹവും ശുശ്രൂഷയും ആവശ്യമുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ദൈവാനുഭവം നിറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം ഈശോയുടെ മുഖം ദർശിക്കാൻ ഒരു പരിധിവരെ അതിരാവിലെയുള്ള വിശുദ്ധ കുർബാനയും ആരാധനയും ഒക്കെ ഒരു വലിയ ശക്തി നൽകുന്നുണ്ട്. അച്ഛൻ മരുന്നിന് പൈസ തന്നതുകൊണ്ടാണ് ഞാൻ പല ദിവസവും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ സമയവും അച്ഛൻ തന്നിട്ടാണ് എൻ്റെ മരുന്നിന് ഓരോരോ ദിവസവും ആഴ്ചയിൽ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നും എല്ലാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിലനിന്നിട്ട് പോകുന്ന മരുന്ന്. സമരിറ്റൻ പാലിറ്റീവിന്റെ അവരെ കെയറിന്റെ ആ ഭാഗമായിട്ട് അവർ വരുന്നതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളായാലും മെഡിസിൻ ആയാലും മാസത്തിൽ അവർ വന്ന് നോക്കുന്നുണ്ട്. നല്ല ഒരു കാരുണ്യത്തിന്റെ രൂപത്തിലാണ് അവർ വന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മളില്ലാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്കും അച്ഛനായാലും ഒരു തണലായിട്ടാണ് അവരെന്നും നിലനിൽക്കുന്നത്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ശ്രീകണ്ഠാപുരത്ത് 1974 എത്തി. ഇവിടെ ഒരു ചെറിയ ആസ്പത്രി സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് നീണ്ട ശുശ്രൂഷകൾക്കിടയിലാണ് സമരിറ്റൻ ഓൾഡ് ഏജ് ഹോമുമായി ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. സമരിറ്റൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടറായി ഫാദർ ബിനു പയ്യമ്പള്ളിയിൽ എത്തിയപ്പോഴാണ് സമരിറ്റൻ ഹോം പാലിയേറ്റീവ് ഹോം കെയറിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും അതൊരു ദൈവഹിതമായി ഞാൻ ഒരു ഉൾവിളിയായി ഞാൻ അത് ഏറ്റെടുക്കുകയും 2018 ഹോം കെയർ സ്റ്റാർട്ട് ചെയ്ത് ഞാനും ഒരു മെഡിക്കൽ ടീം ഒന്നിച്ച് വീടുകളിൽ സന്ദർശിക്കുകയും പാവപ്പെട്ട കിടപ്പ് രോഗികളെ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകളും പരിചരണങ്ങളും ഞങ്ങൾ നൽകിപ്പോരുന്നു. ഡോക്ടറിൻ്റെ ജീവിതത്തിൽ രോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എപ്പോഴെങ്കിലും ആ ഈശോയുടെ മുഖം നമുക്ക് നേരിട്ട് കാണാൻ ഡോക്ടർക്കിടയായിട്ടുണ്ടോ? തീർച്ചയായും. നമ്മൾ ചെല്ലുന്ന വീടുകളിലെ അവശതയായി കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും പോകുവാൻ എനിക്കൊരു മടിയും തോന്നാറില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ ടീം എല്ലാ വീടും 900 രോഗികളോളം ഏകദേശം ഞങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായം മരുന്നായിട്ടും കിറ്റായിട്ടും ഭക്ഷണ കിറ്റുകളായിട്ടും ഞങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ കത്തീറ്റർ ഇട്ട് കൊടുക്കുക, ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുക, ഇതെല്ലാം ഞങ്ങളുടെ ടീം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം, ഒരു വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? തീർച്ചയായും. ഒരു വീട്ടിൽ ഞങ്ങൾ സാന്ദർഭികമായിട്ട് ആ വഴി കൂടി പോകുമ്പോൾ ഞങ്ങളെ വിളിച്ച് കയറ്റിയതാണ്. അവർ മരിച്ചു എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെ ചെന്ന് ഡോക്ടറൊന്ന് ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെ വിളിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് രോഗി ഒരു പ്രമേഹ രോഗിയാണെന്ന് എനിക്ക് ഓർമ്മ വന്നു. നമ്മൾ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ അടിച്ചിട്ട് തീരെ ബോധം പോലും പോയി മരിച്ചു എന്ന് കരുതി അവരെ ഞങ്ങൾക്ക് പഞ്ചസാര ഷുഗർ കൊടുത്ത് അവരെ ജീവിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. പ്രത്യേകിച്ചും 1 മാസത്തിന് ശേഷം ആ സ്ത്രീയെ ഞങ്ങൾ അതേ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ കഴിഞ്ഞ മാസം മരിച്ച അമ്മച്ചിയാണ് ഇതെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഓക്കെ. അതുപോലെ ഡോക്ടറിൻ്റെ കുടുംബം ഈ പാലിയേറ്റീവ് സമരത്തിനോടൊപ്പം ചെയ്യുന്നതിനോടും പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനോടും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായും അവർ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ മക്കളും എല്ലാം ഇതിന് വളരെ സപ്പോർട്ടാണ്. എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും സാമ്പത്തികമായിട്ടും അല്ലാതെയും വളരെയധികം എന്നെ സഹായിക്കുന്നുണ്ട്, സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും. അച്ഛാ, ഈ സമരിറ്റൻ പാലിയേറ്റീവ് എന്ന ആശയത്തിലേക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലകളെ കുറിച്ചും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. സമരിറ്റൻ പാലിയേറ്റീവ് തുടങ്ങാനായിട്ട് ഞാൻ അംഗമായിരിക്കുന്ന CST ഫാദേഴ്സിൻ്റെ കോഴിക്കോട് പ്രൊവിൻസിൻ്റെ ജൂബിലി വർഷത്തിൽ ഞങ്ങളെടുത്ത ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു, സ്നേഹത്തിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാകട്ടെ എന്നുള്ളത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങണം എന്ന ആശയം വന്നത്. ഞാൻ അതുമായി സമരിറ്റൻ ഹോമിലാണ് വരുന്നത്. ചെങ്ങളായി നെല്ലിക്കുന്നിലുള്ള ശ്രീകണ്ഠാപുരത്തുള്ള സമരിറ്റൻ ഹോമിലാണ് വരുന്നത്. അവിടെ ഒരു വയോജന ഭവനം ബഹുമാനപ്പെട്ട തോമസ് കല്ലിടിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു അവസരത്തിലാണ് ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നത് ഇവിടെ നല്ലതാണ് എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയത്. അത് ഞാൻ ദീർഘനാളായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ആ വിഷയം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ഒരു നിയോഗമായി തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഡോക്ടർ ലില്ലിയുടെ സഹകരണത്തോടെ അതുപോലെ തന്നെ ഞങ്ങളൊരു ഒപ്പം കൂട്ടായ്മ അവിടെ രൂപീകരിച്ചു. അതായത് നന്മ ചെയ്യാൻ മനസ്സുള്ള ആളുകളെയൊക്കെ ഒപ്പം കൂട്ടി അത് വിവിധ സ്ഥലങ്ങളിൽ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇന്ന് 175ഓളം അംഗങ്ങൾ സജീവമായിട്ട് സമരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്നുണ്ട്. ഈ ഒപ്പം കൂട്ടായ്മയുടെ സഹകരണമാണ് സമരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കുറിച്ച്. ഇന്ന് 900ഓളം ഭവനങ്ങളിൽ, അത് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ പേരാവൂർ മുതൽ ഏകദേശം നടുവിൽ പഞ്ചായത്ത് വരെ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഇരിട്ടി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സമരത്തിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ പകച്ചു നിൽക്കുന്ന വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളുടെ ഡോക്ടർ, ഞാൻ വീട്ടിൽ വരാം, അത് മലയോ മലമടക്കോ ഒന്നും ഒരു പ്രശ്നമല്ല, ഡോക്ടർക്ക് പ്രായം പ്രശ്നമല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ രോഗിക്കുണ്ടാകുന്ന സന്തോഷം, ആ വീട്ടുകാർക്കുണ്ടാകുന്ന ആശ്വാസം, അത് പറഞ്ഞറിയിക്കത്തക്ക നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞാൽ തീരെയല്ല, അത്രമാത്രമാണ്. കാരണം നമുക്കൊരു റോഡ് പോലും ഇല്ലായിരിക്കും ഈ വ്യക്തിയെ ഒന്ന് ആശുപത്രിയിലേക്ക് ഒരു അത്യാവശ്യം കൊണ്ടുപോകാൻ. അപ്പോൾ ഡോക്ടർ അവിടെ ചെല്ലുവാണ്. എത്രയോ കാര്യങ്ങൾ, അനുഭവങ്ങൾ പറയാനുണ്ട് ആ ഒരു മേഖലയിൽ. കാരണം എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക്, ഒരു നല്ല ജീവിതത്തിലേക്ക്
അപ്പോൾ എത്രയോ ആളുകളെ നമുക്ക് ആ രീതിയിൽ സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള പലർക്കും ആശുപത്രി കൊണ്ടുപോകാനൊരു വഴിയില്ല, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളില്ല, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്തൊരു ഡോക്ടർ ചെല്ലുമ്പോൾ എന്തുമാത്രം ആശ്വാസം ലഭിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സാന്ത്വന കേന്ദ്രം ഇത്ര ഡോക്ടർ സർവീസ് ഇത്രമാത്രം കിട്ടുന്ന ഒരു സാന്ത്വന സർവീസ് അല്ലെ സാന്ത്വന സേവനം വേറെ എവിടെയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത്രമാത്രം നമുക്കൊരു അനുഗ്രഹമായി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള വോളണ്ടിയേഴ്സ്, ഡെഡിക്കേറ്റഡ് ആയ വോളണ്ടിയേഴ്സ്, പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനവും സഹകരണവും കൊണ്ടാണ് സമരത്തിന് ഈ 900ഓളം വീടുകളിൽ നമുക്ക് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനം മാത്രമല്ല സമരത്തിന്റെ പ്രവർത്തനങ്ങൾ. പാലിയേറ്റീവ് പ്രവർത്തനം നടന്നു പോയി കഴിഞ്ഞ 6 വർഷം നടന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടെത്തിയ വേദനിക്കുന്ന ഒത്തിരിയേറെ മുഖങ്ങളുണ്ട്. അതിലേറ്റവും എന്നെ പൊള്ളിച്ചിട്ടുള്ളത് ചലനശേഷി നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് അരയ്ക്ക് താഴെ പല അപകടങ്ങൾ മൂലം തളർന്നു പോയത് ചെറുപ്പക്കാർ മുതൽ മുകളിലേക്കുള്ള ആളുകൾ. ഒന്ന് ചലിക്കണമെങ്കിൽ പരസഹായം വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, രാവിലെ നമ്മളൊക്കെ പ്രഭാത കൃത്യം ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു 5 മണി 6 മണി സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നത് അത് ഞാൻ തീരുമാനിക്കുന്ന അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതേ സംഭവങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യ സമൂഹം നമുക്കിടയിലുണ്ട്. അപകടങ്ങൾ മൂലം ജീവിതം തളർന്നു പോയവർ, അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടു പോയവർ. ആ വീട്ടിലെ ആരുടെയെങ്കിലും ഒരു കൈസഹായം എത്തുന്നത് വരെ കാത്തിരിക്കണത്. ഒരുപക്ഷെ 10 മണി 11 മണി വരെ, രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തിരുന്ന ഞാൻ മറ്റൊരാളുടെ കൈസഹായത്തിന് വേണ്ടി കാത്തിരിക്കുക. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തോടൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളിൽ വന്ന് ദീർഘനാൾ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ സഭാധികാരികളുടെ ഒരു നല്ല സപ്പോർട്ടോടുകൂടി, പൊതുജനത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഒരു സെൻറ്റർ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനായിട്ട് അടുത്ത കാലത്ത് സാധിച്ചു എന്നുള്ള വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുക. ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന പേരിൽ നമ്മൾ ഒരു സെൻറ്റർ ചപ്പാരപ്പുഴ പഞ്ചായത്ത് തലവിൽ എന്ന പ്രദേശത്തെ അടുത്ത നാളിൽ നമ്മൾ തുറന്നു. അത് ഉദ്ദേശിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന ചലനശേഷി നഷ്ടപ്പെട്ട ആളുകൾ, ആരുമില്ലാത്തവർ, അവർക്ക് പുനരധിവാസം സാധ്യമാക്കുക. അതോടൊപ്പം തന്നെ അവർക്കൊരു തൊഴിൽ പരിശീലനം നൽകുക. അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു തൊഴിൽ പരിശീലനം കൊടുക്കുക. അതോടൊപ്പം തന്നെ അവരുണ്ടാക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുക, അതിൽ നിന്ന് വരുമാനം സിദ്ധിക്കാനായിട്ട് അവർക്ക് സാധിക്കുക. ഇനി ഫിസിയോതെറാപ്പി ആവശ്യമുള്ള ആളുകളുണ്ട്, പലപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങൾ നടത്താൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുക. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം നമുക്ക് ഈ തലവിൽ എന്ന പ്രദേശത്ത് തുറക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ, വീടുകളിൽ കഴിയുന്ന വിവിധങ്ങളായ ഭിന്നശേഷിക്കാരുടെ ചിലപ്പോൾ കുടുംബങ്ങളായി കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. നല്ലൊരു ശതമാനം ആളുകളുടെ ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കൂട്ടായ്മയിൽ ചിന്തിച്ചപ്പോൾ, ഞങ്ങളൊപ്പം കൂട്ടായ്മയിൽ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയത് അവർക്ക് ചെറിയ തൊഴിൽ പരിശീലനം വീടുകളിൽ തന്നെ പോയി കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി വീടുകളിൽ ചെറിയ തൊഴിൽ പരിശീലനം നമ്മൾ കൊടുത്തു. അച്ചാറുണ്ടാക്കുന്നവരുണ്ട്, വിവിധ തരം സോപ്പ്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷുകൾ ഉണ്ടാക്കുന്നവരുണ്ട്, തേൻ ഉൽപ്പാദിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കാര്യം അവരുടെ പരിമിതി എന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വരുമാന സ്രോതസ് അവിടെ തുറന്നു കൊടുത്തു. ഞങ്ങളുടെ ചെറുപ്പക്കാരായ സമറ്റം കൂട്ടായ്മയിലെ യുവജനങ്ങൾ അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ രാജേഷ്, ചെമ്പേരി അടുത്ത വലിയപറമ്പ് എന്ന സ്ഥലത്താണ് രാജേഷ് താമസിക്കുന്നത്. രാജേഷ് ഒരു ഭിന്നശേഷിക്കാരനാണ്. ഒരു 20 വർഷം മുമ്പ് അദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പെയിന്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഒരുപാട് പ്രയാസങ്ങൾ രാജേഷ് ആ കാലഘട്ടങ്ങളിൽ കടന്നുപോയതായിട്ടാണ് രാജേഷിനെ പരിചയപ്പെടുന്ന നാൾ മുതൽ എനിക്ക് മനസ്സിലായത്. ഒത്തിരി ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തു. ഉണ്ടായിരുന്ന സമ്പത്തും മറ്റു കാര്യങ്ങളെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയെല്ലാം രാജേഷ് ഒരിക്കലും പരാജയപ്പെടാനായിട്ട് തയ്യാറായില്ല. രാജേഷിന് നിശ്ചയദാർഢ്യവും ജീവിതത്തോടുള്ള ആ പൊരുതാനുള്ള മനസ്സും ആ പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ രാജേഷിനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. രാജേഷ് ഇന്ന് അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. വെറുതെ അച്ചാർ ഉണ്ടാക്കുകയല്ല, രുചികരമായ വിവിധ കൂട്ടുകളുള്ള അച്ചാറുകൾ ഉണ്ടാക്കി അത് മനോഹരമായി ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് വിൽക്കുകയാണ്. സമരറ്റൻ കൂട്ടായ്മയായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് രാജേഷ് സഹകരിക്കുന്നുണ്ട്. അല്ലെ, രാജേഷിനെ സമരറ്റൻ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ലൈഫ് ഭിന്നശേഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജേഷിനെ നമ്മൾ അച്ചാറുകളുടെ വിവിധ കൂട്ടുകൾ പഠിപ്പിച്ചു. അതോടൊപ്പം രാജേഷ് ഉണ്ടാക്കുന്ന അച്ചാറുകൾ നമ്മുടെ യുവജന കൂട്ടായ്മയിലൂടെ വിവിധ മാർക്കറ്റുകളിലും അതുപോലെ വിവിധ സ്റ്റോളുകളിലൂടെ വിൽക്കാൻ സഹായിക്കുന്നു. അങ്ങനെ രാജേഷിന് ഒരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു സംവിധാനം സമരറ്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. രാജേഷ് ഇന്ന് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കുകയാണ്.
ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സമരിറ്റൻ കൂട്ടായ്മയിലൂടെ വിപണനം നടത്തുന്നു. അങ്ങനെ രാജേഷിൻ്റെ അമ്മ, പ്രായമായ അമ്മയാണുള്ളത്. അമ്മയ്ക്കും ഒരു ഉപജീവനത്തിന് വലിയൊരു മാർഗം തുറന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ട് പറയേണ്ടത് പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് രാജേഷ് ഒരു വലിയ മാതൃകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അച്ഛനെ 34 വർഷമായി ഞാനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാനിങ്ങനെ പല ആശുപത്രിയിലും ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. എങ്കിലും എനിക്ക് കാര്യമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. പിന്നെ ഒരു 17 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ കിടന്നു. അപ്പോൾ ഈ 17 വർഷത്തിനിടയ്ക്ക് എനിക്ക് അന്നും ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ മുന്നോട്ട് നീങ്ങിയത്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സമരത്തിലെ അച്ഛൻ ഫാദർ ബിനു പയ്യമ്പള്ളിയിൽ അച്ഛനുമായിട്ട് പരിചയപ്പെടുകയും അച്ഛനിലൂടെ എനിക്കൊരു നല്ല ഒരു മോട്ടിവേഷൻ കിട്ടുകയും ഞാൻ അങ്ങനെ കുറേയേറെ പരിപാടികൾ, അതായത് കോഴിക്കുഞ്ഞിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് ആപ്പാടെ ആശ്രമമായ ഈ വണ്ടിയാണ്. അതിലൂടെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ പരിപാടികൾ നടത്തി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട തുടങ്ങി. എൻ്റെ പേര് സിസ്റ്റർ മേഴ്സി. ഞാൻ 22 വർഷമായി സമറ്റി ഹോമിൽ രോഗി ശുശ്രൂഷണത്തിനായി ചെയ്യുന്നു. 100ഓളം രോഗികളെ, മരണാസന്നരായ രോഗികളെ എൻ്റെ കൈകൊണ്ട് വെള്ളം കൊടുത്ത് അവർക്ക് നല്ല മരണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ ശുശ്രൂഷിക്കുന്നതിൽ എനിക്കിപ്പോഴും നല്ല സംതൃപ്തിയുണ്ട്. ഞാൻ ഫാദർ അനൂപ് നരിമറ്റത്തിൽ CST. ഇപ്പോൾ സമരിറ്റൻ ഹോമിൻ്റെയും അതുപോലെ തന്നെ സമരിറ്റൻ പാലിയേറ്റീവിൻ്റെയും വൃദ്ധസദനത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി ഈ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ദൈവ പരിപാലനയുടെ ഭവനമാണ്. ഒരുപാട് ആളുകളുടെ നിർലോഭമായിട്ടുള്ള സഹകരണങ്ങൾ കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടുമാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാരുടെയൊക്കെ സപ്പോർട്ട് വലുതാണ്. സമരിറ്റൻ ഈ പാലിയേറ്റീവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രോത്സാഹനവും സഹായവുമായിട്ട് സഭാംഗങ്ങൾ എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ട്. നന്മ ചെയ്യാൻ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതിനൊപ്പം എന്നാണ് പറയുന്നത്. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി നന്മ ചെയ്യാൻ ഒരു കൂട്ടായ്മയെ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഡോക്ടറെ, നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തെ ഞങ്ങള് പ്രേക്ഷകരെല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്ത് മനോഹരമാണ്, എന്ത് ധന്യമാണ് നിങ്ങളുടെ ഈ മഹനീയ ജീവിതം മുന്നോട്ട്. നിങ്ങളുടെ ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ ദിവ്യവചനത്തോട് നമ്മൾ ഓർക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അച്ഛൻ്റെയും ഡോക്ടറിൻ്റെയും ഈ ജീവിതം അനേക ജനതകൾക്ക്, അനേകം മക്കൾക്ക് ഇനിയും ഒരു കൈത്താങ്ങായി, ഒരു നുറുങ്ങുവെട്ടമായി അങ്ങയുടെ ഈ പൗരോഹിത്യവും ഡോക്ടറിൻ്റെ ഈ പ്രൊഫഷനും തിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ.